അതുകൊണ്ട് ഇയാളുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചൂടാവുന്നു. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ഫസ്മിന സക്കീർ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, യൂട്യൂബർ ആണ്. പക്ഷെ ഇന്ന് ഇവൾ ഒരു കുടുംബത്തിന്റെ കണ്ണീരിന് കാരണമായവളാണ്. നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ദീപകിനെയും അതേപോലെ തന്നെ ദീപകിന്റെ കൊലയാളിയായ ഷിംജിതയെയും പിന്നെ മറ്റൊരു ഉദാഹരണമായ അക്സയും അവരെ പോലെ ഒരുവളാണ് ഇവള്, ഈ ഫസ്മിന സക്കീർ. സത്യം പറഞ്ഞാൽ എന്ത് ക്രൂരതയാണ് ഇവളുമാരെ പോലുള്ള അവളുമാരൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇവളുമാരൊക്കെ പെൺവർഗത്തിൽ പെട്ടതാണെന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. അതേപോലത്തെ ക്രൂരതകളാണ് ഇവളുമാരൊക്കെ കാണിച്ചു കൂട്ടിവെക്കുന്നത്. ഇവളൊക്കെ എന്ത് പാഠമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മനസ്സിലാകുന്നില്ല. ഈ ചേട്ടന്റെ സങ്കടം ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ സങ്കടം എനിക്ക് ഉറപ്പാണ് നിങ്ങളിലെ ഓരോ മലയാളികൾക്കും ഇത് നിങ്ങളുടെ നെഞ്ചിൽ കൊള്ളും. അതേപോലത്തെ ഒരു സങ്കടമാണ് ഈ ചേട്ടൻ പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കടം എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഈ ചേട്ടന്റെ പേര് രാജു എന്നാണ്. ഓട്ടോ ഓടിച്ച് കുടുംബം പോറ്റുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കലികാലം അല്ലാതെ എന്ത് പറയാൻ. ഇവളും ഇവളുടെ ഒരു സേട്ടനും കൂടി ആ രാത്രി ഈ ചേട്ടന്റെ വണ്ടിയിൽ കയറി, അതായത് ഈ ചേട്ടന്റെ ഓട്ടോയിൽ കയറി. എന്നിട്ട് ആവശ്യപ്പെട്ടത് സ്റ്റുഡിയോയിൽ പോകണമെന്ന്. അപ്പൊ ചേട്ടന് അത് പെട്ടെന്ന് മനസ്സിലായില്ല. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമ്മൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, അതൊരു ക്ലോത്തിങ് സ്റ്റോറാണ്. പക്ഷെ അറിയാത്ത ഒരുപാട് സാധാരണക്കാരായ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള മനുഷ്യർക്കൊന്നും ഇതൊന്നും അറിയാൻ സാധിക്കില്ല. അവർ ഏതെങ്കിലും ഒരു തുണിക്കടയിൽ നിന്ന് ഡ്രസ്സ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഇവളപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു സ്റ്റുഡിയോയിൽ പോകണമെന്ന്. അപ്പൊ ആ ചേട്ടൻ അത് അറിയില്ല. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു സ്റ്റുഡിയോയോ? ഏത് സ്റ്റുഡിയോ മോളെ? സ്റ്റുഡിയോ ഇവിടെ ഒത്തിരി ഉണ്ടല്ലോ. ആ ചേട്ടൻ ഉദ്ദേശിച്ചതോ സ്റ്റുഡിയോ ആണ് ആ ചേട്ടൻ ഉദ്ദേശിച്ചത്. പാവങ്ങൾ അവർക്ക് അറിയോ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ പ്രായമുള്ള ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാൻ സാധിക്കില്ല. സ്വാഭാവികമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരിക്കില്ല. അവർക്ക് എവിടെന്നെങ്കിലും ഒരു തുണി എടുത്താൽ മതി എന്നുള്ള കാര്യം അറിയത്തുള്ളൂ. ഈ ചേട്ടനും അതറിയില്ലായിരുന്നു. സ്റ്റുഡിയോ അറിയില്ല എന്ന് പറഞ്ഞത് ഇവൾക്ക് ഇഷ്ടമായില്ല. ഇവള് പറഞ്ഞു അതെന്താ, നിങ്ങൾ കുടിയനാണോ, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ചോദ്യം. പാവം ചേട്ടന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇവൾ ഇതെല്ലാം ഫോണിൽ പകർത്തുന്നുണ്ടായിരുന്നു. ഇവളത് ചോദ്യം ചോദിക്കാനോ കൂടുതൽ കാര്യക്ഷമതയ്ക്കൊന്നും ഇവള് നിന്നില്ല. ഇവളെന്ത് ചെയ്തു, അതങ്ങ് എയറിലാക്കി, അതങ്ങ് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് പരത്തി വിട്ടു. പിന്നീട് ആ ചേട്ടനെ അറിയുന്നതോ ആ ചേട്ടന് മദ്യപാനിയാണ്, കുടികാരനാണ്, അദ്ദേഹം കുടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ആ ചേട്ടന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അതായത് ആ ചേട്ടന് ഒരോട്ടം കിട്ടുന്നില്ല, ആരും വിളിക്കുന്നില്ല. അതേപോലെ തന്നെ ആ ചേട്ടന്റെ വണ്ടി ലോൺ എടുത്തിട്ടാണ് ആ ചേട്ടൻ വണ്ടി ഓടിക്കുന്നത്. ആ ലോൺ അടയ്ക്കാനൊരു നിർവാഹമില്ല. ഇവൾ ചെയ്ത ക്രൂരത കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവൾക്ക് അല്പമെങ്കിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ എന്താ ചെയ്യേണ്ടത്? എന്താ, ഇവള് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അവിടെ പോയി പരാതി കൊടുക്കണം. അല്ലെങ്കിൽ നമ്പർ നോട്ട് ചെയ്തിട്ടാണെങ്കിലും ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കണം. എന്നും പറഞ്ഞു മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നു എന്ന രീതിയിൽ തന്നെ പരാതി കൊടുക്കണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. പകരം ഇവൾക്ക് അതൊന്നുമല്ല വേണ്ടത്. ആ ചേട്ടൻ തെറ്റുകാരനാണോ അല്ലയോ ഒന്നും ഇവൾക്ക് അറിയണ്ട. ഇവളോട് അപമര്യാദയായിട്ട് പെരുമാറി. അതുകൊണ്ട് അവളുടെ മനസ്സിൽ ഇദ്ദേഹം മദ്യപാനിയാണ് എന്നൊരു സംഭവമാണ് ഇവളുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ഇവൾക്കത് പറയണം. സോ ഇവളെന്ത് ചെയ്തു, ഇവള് തന്നെ അങ്ങ് നിയമവും കോടതി എല്ലാം ആയി ഇവള് തന്നെ അങ്ങോട്ട് വിധിക്കാനായിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ടുകൊടുത്തു. അതായത് നമ്മുടെ ഷിംജിതയുടെ കേസ് പോലെ അല്ലെ, നമ്മുടെ ദീപകിന് സംഭവിച്ചതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഗതി എന്താണ്? ഇതാണ് ഇദ്ദേഹത്തിന്റെ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവളെ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഇവൾ എന്ത് മറുപടിയാണ് ആ കുടുംബത്തിന് കൊടുക്കുന്നത്? എന്നിട്ട് ഇപ്പോഴും ഇവളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ചേട്ടനെ അറിയാവുന്നവരും ഈ ചേട്ടനെ അടുത്തുള്ളവരും ഈ ചേട്ടൻ്റെ മകനൊക്കെ പറയുന്നുണ്ട് അച്ഛൻ കുടിക്കാറില്ല. അതേപോലെ തന്നെ അയൽവക്കത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്, കുറച്ച് മനുഷ്യർ പറയുന്നു അദ്ദേഹം അങ്ങനെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തിയൊന്നുമല്ല, അദ്ദേഹം കുടിച്ച് ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ. കുടിച്ചാൽ തന്നെ അദ്ദേഹം വണ്ടി ഓടിച്ചിട്ടില്ല, കുടിച്ചിട്ട് അദ്ദേഹം വണ്ടി ഓടിച്ചും കൂടിയില്ല. ഈ മദ്യപാനം എന്ന് പറയുന്ന അത്ര വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ ഇത് വണ്ടി ഓടിക്കാൻ നേരത്തെ മദ്യപിക്കരുത് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ. ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നവർ പറയുന്നുണ്ട് ഇദ്ദേഹം മദ്യപിക്കാറില്ല, ഇദ്ദേഹം മദ്യപിച്ച് വണ്ടി ഓടിക്കാറില്ല, ഇദ്ദേഹത്തിന് അങ്ങനെയുള്ള ശീലമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മദ്യപിക്കുന്നത് തെറ്റ് തന്നെയാണ്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു കേസാണെങ്കിൽ ഇവൾക്കത് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോകാം. പക്ഷെ ഇവളെന്താ ചെയ്തത്, ഇവൾക്ക് റീച്ചിന് വേണ്ടി ഒരു മദ്യപിക്കാത്ത ഒരു പുള്ളിക്കാരനെ വെച്ചിട്ട് ഇവൾക്ക് റീച്ചിന് വേണ്ടി ഇവിടെ എന്നാ ചെയ്തത്, ഇവളത് സോഷ്യൽ മീഡിയ ഇട്ട് കൊടുത്ത്. ഇപ്പൊ ആ മനുഷ്യന്റെ അവസ്ഥ എന്തൊരു അവസ്ഥയാണ്. ആ മനുഷ്യന്റെ ഒരു അഭിമാനമല്ലേ ഇവൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്.
ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മളിതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഇനിയും പരിഹരിക്കപ്പെടുന്നത്? ദീപകിന്റെ കേസിൽ ഇപ്പോഴും ദീപകിന് ശക്തമായ ഒരു നീതി കിട്ടിയിട്ടില്ല. അവൾ ഇപ്പോഴും, അതായത് ഈ ഷിംജിത എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോഴും പുറത്തിറങ്ങി നടന്ന് വിലസി നടക്കുകയാണ് അല്ലെ, നമ്മളത് കാണുകയാണ്. ഷിംജിത ഇപ്പോഴും ഫോട്ടോ ഇടുന്നു, റീൽസ് ഇടുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷിംജിത ചെയ്യുന്നുണ്ട്. ഇവളുമാർക്കൊന്നും ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫോൺ എടുക്കാൻ പോലും നമുക്ക് പേടിയാവും അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്ത നമ്മളൊരു തെറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട നമുക്കത് വലിയൊരു മനസാക്ഷി കുത്തലുകളായിരിക്കും. പക്ഷെ ഇവളുമാരെ പോലുള്ളവർക്കൊന്നും അതൊന്നും ഇല്ല. ഈ ഫസ്മിന എന്ന് പറയണ ഇത്താത്ത ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ ആ വീഡിയോ അവൾ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് പകരം ഇവിടെ സ്റ്റോറി ഇട്ട് പറഞ്ഞ് ആ ചേട്ടൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് തന്നെ അവൾ പറയുന്നുണ്ട്. നിനക്കൊന്നും മതിയായില്ലേ? ചോദിക്കാനുള്ള ചോദ്യമാണ്, നിനക്കൊന്നും മതിയായില്ലേ? നിനക്ക് അന്തസ്സുണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ ഒരു വ്യക്തി, നിനക്കൊക്കെ അന്തസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, നീയൊക്കെ എന്ത് ചെയ്യണമായിരുന്നോ? ആ സ്പോട്ടിൽ നീയൊക്കെ കൊണ്ടേ പരാതി കൊടുക്കണമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ, അല്ലെങ്കിൽ ആ നമ്പർ എടുത്തു വെച്ച് കൊണ്ടേ പരാതി കൊടുക്കണമായിരുന്നു. അതായത് ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നുമല്ല കാണിക്കേണ്ടത്. ചേച്ചിയുടെ ചരിത്രവും കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ നാറിയ കഥകളിലോട്ട് നമ്മൾ പോകുന്നില്ല. ചേച്ചിയുടെ ചരിത്രവും കഥകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ചീഞ്ഞളഞ്ഞ കഥകളിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ഈ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നത് വളരെയധികം വലിയ തെറ്റ് തന്നെയാണ്. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും ഒരു ചിന്ത തോന്നിയിരുന്നെങ്കിലോ, ഇത്രയും വലിയ അപമാനിക്കപ്പെട്ടതിന്റെ മൂലം നീ എന്ത് ചെയ്യുമായിരുന്നു? നിനക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അഭിമാനം? ഒന്നുമില്ലെങ്കിൽ നിനക്ക് ആ മനുഷ്യന്റെ പ്രായത്തിനെങ്കിലും ഒന്ന് പരിഗണിച്ചൂടെ? ഈ റീച്ചിന് വേണ്ടി കിടന്ന് ഓടുന്ന സമയത്ത് കഷ്ടം നിന്നെ പോലുള്ള സ്ത്രീകളെ ഓർത്ത്. നീയൊക്കെ സ്ത്രീ ഗണത്തിൽ വന്ന് തന്നെ പെടുന്നുണ്ടല്ലോ കുറെ എണ്ണങ്ങൾ. റീച്ചിന് വേണ്ടി എന്ത് കോപ്രായം കാണിച്ചു കൊടുക്കും, എന്തും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ സ്ത്രീ സമൂഹം, വളർന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹം എന്ന് പറയുന്നത്. അവരെ വിക്റ്റിമാക്കുന്നതോ ഒരു പുരുഷൻ ഇപ്പുറ സൈഡില്. അവരുടെ അഭിമാനവും അവരുടെ ജീവിതത്തിലാണ് ഇവൾമാരൊക്കെ വിലയിടുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇവൾക്കെതിരെ എന്തായാലും ഈ രാജു എന്ന് പറയുന്ന ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഇവൾക്കെതിരെ കേസ് കൊടുക്കുകയും, അതായത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും, അതേപോലെ തന്നെ ഇവളോട് മാപ്പ് വന്ന് പറയണം. എവിടെ? സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവൾ വന്ന് മാപ്പ് പറയണം. എന്നാലേ ആ ചേട്ടന് എന്നാലേ ഇവളുമാരെ പോലെ വളർന്നു വരുന്നവർക്കൊക്കെ ഇതൊരു പാഠമാവുകയുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ആ മക്കൾക്ക് ഇതിന്റെയൊക്കെ വിപത്തുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക. താങ്ക്